ഗുരുവായൂരിന്റെ വികസന വഴിയിലെ നാഴികക്കല്ലാണ് റെയിൽവേ മേൽപ്പാലം. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ മേൽപ്പാലം നാടിന്റെ ഒന്നാകെ പ്രശംസ നേടിയതായിരുന്നു. എന്നാൽ പാലം യാഥാർത്ഥ്യമായി 1.5 വർഷം കഴിഞ്ഞിട്ടും പാലത്തിലെ ചില പ്രവൃത്തികൾ ഇപ്പോഴും ബാക്കിയാണ്. പാലത്തിന് മുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ചിട്ടുള്ള കുഴികൾ ഇരുമ്പ് വലയിട്ട് മൂടാത്തതാണ് പ്രധാന ന്യൂനത. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏറെക്കുറെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കിഴക്കുഭാഗത്ത് പല ദ്വാരങ്ങളും വെട്ടിപ്പൊളിച്ചത് അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇതിൽ ലോഹ ഫ്രെയിം ഘടിപ്പിക്കുകയോ വലയിട്ട് സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അരികെ ചേർന്ന് പോകുന്ന ബൈക്ക് യാത്രക്കാർക്ക് ഭീഷണിയാണ് ഈ ദ്വാരങ്ങൾ. ലോഹ ഫ്രെയിം സ്ഥാപിച്ച ഇടങ്ങളിൽ തന്നെ പലയിടത്തും വലയിട്ട് സംരക്ഷിച്ചിട്ടുമില്ല. ഇതെല്ലാം പൂർത്തിയാക്കുമെന്നാണ് നിർമ്മാണ ഏജൻസി പറഞ്ഞിരുന്നത്. പാലത്തിന്റെ സംരക്ഷണ കാലാവധി കഴിയാത്തതിനാൽ കരാറുകാരൻ തന്നെ ഈ പ്രവർത്തികൾ മുഴുവനാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ശോഭയുള്ള ചന്ദ്രനിലെ തമോഗർത്തങ്ങൾ പോലെ ഗുരുവായൂരിന്റെ വിമാനമായ മേൽപ്പാലത്തിലെ കറുത്ത പൊട്ടുകളാവും ഈ കുഴികൾ.